ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഒരിക്കൽ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ച് പിന്നീട് ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് തിരിഞ്ഞു പോയ 5 വിദ്യാർത്ഥികൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനെ കാണാനെത്തി. നിറഞ്ഞ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചാനയിച്ച് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ അധ്യാപകൻ അവരെല്ലാവരും ഉന്നത ജോലികളിലും ഉയർന്ന നിലയിലും എത്തിയതറിഞ്ഞതിൽ അത്യധികം സന്തോഷിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ആരുടെയും മുഖത്ത് അതിൻ്റേതായ യാതൊരു സന്തോഷവും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. അവരുടെ സംസാരത്തിലും നിറഞ്ഞു നിന്നത് അവരുടെ തൊഴിൽ പ്രശ്നങ്ങളും ബിസിനസ്സിലെ പ്രതിസന്ധികളും കുടുംബ വഴക്കുകളുമൊക്കെയായിരുന്നു. ഉയർന്ന പദവികളും ലക്ഷക്കണക്കിന് ബാങ്ക് ബാലൻസുമൊക്കെ ഉണ്ടായിട്ടും അടിസ്ഥാനപരമായ ആ ഒരു ഹാപ്പിനെസ് അവരിൽ കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോഴാണ് അവരിൽ ഒരാൾ പറഞ്ഞു തുടങ്ങുന്നത്, പണ്ട് ഞങ്ങളുടെ എന്ത് പ്രശ്നത്തിനും ഞങ്ങൾ ഉപദേശം തേടിയിരുന്നത് സാറിനോടാണ്. സാറ് അത് വളരെ ലഘുവായി നമുക്ക് പരിഹരിച്ചു തരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് സാർ, ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളും അല്ലലും അലട്ടലുകളുമൊക്കെ മാറി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് സാർ? ഒരു ചെറിയ ആലോചനയ്ക്ക് ശേഷം ഗുരുനാഥൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിനകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ചായയുമായി വരാം. ചായ കുടിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഉപദേശം നൽകുമെന്ന വിശ്വാസത്തോടെ അവർ 5 പേരും കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ട്രേയിൽ ചായയും നിറച്ച ഗ്ലാസുകളുമായി അദ്ദേഹം ഇവരുടെ മുന്നിലുള്ള ടീപ്പോയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ചായ കുടിക്കൂ. ഉടൻ അവർ 5 പേരും ഓരോ കപ്പ് വീതം ചായ കയ്യിലെടുത്ത് ചായ കുടിക്കാൻ തുടങ്ങി. അല്പനേരം അവർ 5 പേരെയും നിരീക്ഷിച്ച ശേഷം അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അത് കേട്ട് അവർ 5 പേരും പ്രതീക്ഷയോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവച്ച ഈ ട്രേയിൽ 7 കപ്പുകൾ ചായയാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 കപ്പ് മനോഹരമായ ചിത്രപ്പണികൾ നിറച്ചതായ കപ്പുകളായിരുന്നുവെങ്കിൽ ബാക്കി 2 സാധാരണ കപ്പുമായിരുന്നു. പക്ഷേ ഇവയിലെല്ലാം ഉള്ളത് ഒരേ ചായ തന്നെയാണ്. കൗതുകത്തോടെ തൻ്റെ വാക്കുകൾ കേട്ടിരിക്കുന്ന ആ 5 പേരുമായി അദ്ദേഹം അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളാരും ഈ സാധാരണ കപ്പെടുക്കാതെ ഈ വിലപിടിപ്പുള്ള ചിത്രപ്പണികളുള്ള കപ്പെടുത്തത്? അവർ 5 പേരും പെട്ടെന്നൊരുത്തരം പറയാൻ കഴിയാതെ സങ്കോചത്തോടെ പരസ്പരം നോക്കി. സാർ തുടങ്ങി, അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, ചായ കുടിക്കുക എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആവശ്യം. ഇവിടെ കപ്പുകൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിനകത്തുള്ള ചായ ഒന്ന് തന്നെയാണ്. ഇവിടെ നാം ചായയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രാധാന്യം നൽകിയത് കപ്പുകൾക്കാണ്. ഒന്ന് നിർത്തി എല്ലാവരെയും ഒരു വട്ടം കൂടി അധ്യാപകൻ വീക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം വീണ്ടും തുടർന്നു, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ചായ പോലെയാണ്. നമ്മുടെ തൊഴിലും ബിസിനസ്സും മറ്റെല്ലാം ഈ കപ്പുകൾ പോലെയാണ്. ഇവിടെ ചായയ്ക്ക് വേണ്ടിയാണ് കപ്പുകൾ, അല്ലാതെ കപ്പുകൾക്ക് വേണ്ടിയല്ല ചായ. നമ്മുടെ ജോലിയും ബിസിനസ്സും വരുമാനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും സ്വത്തും സമ്പത്തുമെല്ലാം നമ്മുടെ ജീവിതത്തിന് സന്തോഷം ഉതകുന്ന ചെറിയ ചെറിയ ഉപാധികൾ മാത്രമാണ്. അത് തന്നെയാണ് ജീവിതമെന്ന് ചിന്തിച്ച് അവകൾക്ക് പുറകെ പോയാൽ സന്തോഷം ഒരിക്കലും ഉണ്ടാകില്ല. അവ അർഹിക്കുന്ന പ്രാധാന്യം നൽകി ജീവിതത്തിലെ സുപ്രധാനമായ ഘടകങ്ങളിൽ ശ്രദ്ധ ഫലിപ്പിക്കുക എന്നുള്ളതാണ്. ഭാര്യമാരോടും മക്കളോടുമൊപ്പം സന്തോഷം പങ്കിടുവാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. പ്രായമായ അച്ഛനമ്മമാരോട് അവരുടെ സമീപത്തിരുന്നൊരൽപ്പം കുശലാന്വേഷണങ്ങൾ നടത്താൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്. കൂട്ടുകാരോടും സഹപ്രവർത്തകരോടും ഒരല്പനേരമെങ്കിലും പറഞ്ഞിരിക്കുവാനുള്ള സമയം കണ്ടെത്തണം. അവനവന് സന്തോഷം നൽകുന്ന പ്രവർത്തികൾ ഏർപ്പെടേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മത്സരിക്കുവാനും പിടിച്ചടക്കുവാനും മാത്രമല്ല സമയം കണ്ടെത്തേണ്ടത്, ജീവിക്കുവാനും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുള്ള സമയം കൂടി നാം കണ്ടെത്തേണ്ടതുണ്ട്. ജീവിതത്തിൽ എന്തിനാണോ നാം പ്രാധാന്യം നൽകുന്നത് അത് മാത്രം തലയിലേറ്റി വെക്കുക. കപ്പിന് പുറകെ പോയി ചായയെ മറന്നുകളയുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത്. അപ്പോഴാണ് നാം
നേരത്തെ പറഞ്ഞ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുക എന്ന് അധ്യാപകൻ അവരോട് പറഞ്ഞു. ആ 5 പേരും അതൊരു വലിയ തിരിച്ചറിവായി. ഇത്രനാൾ നമ്മൾ സഞ്ചരിച്ചത് വഴികൾ ശരിയായിരുന്നില്ല എന്നുള്ള വല്ലാത്തൊരു തിരിച്ചറിവ് നേടി ഗുരുനാഥനോട് നന്ദി പറഞ്ഞ് അവർ അവിടെ നിന്നിറങ്ങി. ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിയുകയാണ് സന്തോഷത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയും പദവിയും. നമ്മുടെ ജീവിതത്തിലെ പദവിയും അധികാരവും സമ്പത്തുമെല്ലാം ജീവിതത്തിൻ്റെ രുചി കൂട്ടുവാനുള്ളതായ കാര്യങ്ങളാണ്. അവ അളവിൽ കൂടുതൽ വാരിക്കൂട്ടിയാൽ ആസ്വദിക്കാൻ കഴിയാതെ വരും. അതിൻ്റെ രുചി തന്നെ നഷ്ടപ്പെടും. അതിനാൽ കപ്പിൻ്റെ ഭംഗിയും വലിപ്പവും കാര്യമാക്കാതെ ചായ ആസ്വദിച്ചു കുടിക്കുക, ജീവിതം ആനന്ദകരമാക്കുക.